സോറി. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതാ. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ? ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എൻ്റെ വല്യമ്മച്ചി അങ്ങനെ ഉണ്ടാക്കാറ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, എന്നാ കുറച്ച് എടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി. ഇപ്പോൾ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ സോറി. കുഴപ്പമൊന്നുമില്ല. വല്യമ്മച്ചി നല്ല കുക്കാണ്. ആ ചേച്ചി പറയും. അതിന് അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. എവിടെ വരണ്ടേ? മതിയോ? ശരിയാ, കവലയിലാകുമ്പോൾ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഇപ്പോൾ വർക്കില്ല ആക്ച്വലി. ശരി. സംസാരിച്ചൂടായിരുന്നോ? ഹേയ്, നമുക്ക് സംസാരിക്കാലോ. അതത്ര അർജന്റൊന്നും അല്ല. ആരായി ജിജി? ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിജി ആ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത്രയല്ല. പിന്നെത്ര? ഓഹ്, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോന്നാണ് എൻ്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള അതിന് ഒരു മോല് നടക്കില്ലെന്നേ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് പോരല്ലേ? ഓ, അതുള്ളത് ഇല്ലാത്തൊക്കെ ഒരേപോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നത്. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണമെന്ന്. എങ്ങനെ? ഇതിൻ്റെയൊക്കെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നതല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ വല്ല നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പം ഞാൻ ഇവളുടെ മനസ്സിൽ കയറി, പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ല. പാവം. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളതെടുത്ത് കഴിക്കണം. എന്നാ പറ്റിയ? ഇത് ചേച്ചിയാണോ എടുത്തു കൊടുത്തത്? ആ, ഞാൻ ഇവിടെ തുടച്ചുകൊണ്ടിരുന്ന പച്ചാൻ ഭയങ്കരമായിട്ട് ഞരങ്ങും മൂളം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് വെച്ചെന്ന്. ഇത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ പറഞ്ഞതല്ലേ ചായ?
ഈ കഞ്ഞി കുടിക്കുന്നോ ബാക്കി? എന്നാ ഇത് കളഞ്ഞേക്കട്ടെ. ഇത്ര മതിയോ? ഞാൻ പോട്ടെ ചേ, നാളെ രാവിലെ വരാം. ബെൽ ഹായ്. കഴിഞ്ഞോ? പോവാണോ? ആ, ഇന്നത്തെ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്ന് റെഡ് ഡബ്ബയിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒന്ന് കൊടുത്തേ. ഒരു ഗെയിമിന് വരണോ? ഇന്ന് വേണ്ട, നാളെ. ഓക്കെ, ബൈ. ബൈ. എന്തു പറ്റി? ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, ഇത്രയും കുറവാണെങ്കിൽ എന്താ ചെയ്യാ? ഷുഗർ കുറവായതിന്റെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, തൽക്കാലം അടുക്കളയെന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കലക്കിട്ടേ അച്ചായനെ കൊടുക്കേ. അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പിടാനുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിട്ട് വരാം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ. അതുവരെ ഞാനിപ്പോ ഇല്ലേ, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ചെല്ലട്ടെ, പെട്ടെന്ന് വരാം. എന്തായി? ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട്. നീ ഒരെണ്ണം കൊണ്ടുണ്ട്, അത് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ സ്റ്റേബിളാ. രാത്രി എന്തെങ്കിലും പറ്റിയാലോ? ആ, രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റുകയില്ല. നല്ല ശ്രദ്ധ ഉണ്ടാവണം. എന്നാ ഒരു കാര്യം ചെയ്യേ, ബെല്ലിന്ന് ഇവിടെ നിന്നോ, വീട്ടിലേക്ക് വിളിച്ച് പറ വരില്ലാന്ന്. ബെൽത്താസർ ഉണ്ടോ? ഉണ്ട്. ആരാണ്? ജിജിമോൾ, ബെൽത്താസറിന്റെ ഫ്രണ്ടാ. ഓ, മനസ്സിലായി. എങ്ങനെ? ഉച്ചയ്ക്ക് ബെല്ലിനെ വിളിച്ചിരുന്നല്ലേ? ആ, വരും. ബെൽ. ജിജിമോൾ. ജിജിമോൾ ഭയങ്കര സുന്ദരിയാണല്ലോ. സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്നാ ചെയ്യാൻ. ഇരിക്കും, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ വിളിച്ചപ്പോ ഞാൻ ബൈക്കിലായിരുന്നു. കവലയിൽ ഞാൻ കുറെ നേരം നിന്നായിരുന്നു. അയ്യോ, ഇതാ ഫയലും. ഞാൻ ഇറങ്ങിയതാ അങ്ങോട്ട്, പക്ഷെ അപ്പോഴാ അച്ഛന് കൂടുതലായി. പിന്നെ ഈ ട്രിപ്പിളിലും പരിപാടിയൊക്കെ ആയിട്ട് ആകെ. ഓ, അപ്പൊ ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് ഇപ്പൊ. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാനെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. എന്നിട്ട് അച്ഛനവിടെ? ആ, മുറില്ല, വാ. നിന്റെ മാഡം എത്ര സൂപ്പറാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയാവുന്നുണ്ടേ. എന്നതിന്? ഇടി, അവരൊക്കെ വേറെ ലെവൽ ആൾക്കാരാ, നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ ബെൽ എന്നുള്ള വിളി കേട്ട അങ്ങനെ തോന്നത്തില്ലല്ലോ. ഇതാ ചാൻ. ഇങ്ങനെ കിടക്കത്തേ ഉള്ളോ? ബെഡിൽ ഒരു സ്വിച്ച് ഒക്കെ എണീറ്റിരിക്കും. വാ. ഇതെന്നതാ? അത് ചാൻ വിളിക്കാനുള്ളൊരു സെറ്റപ്പ്. അതിന് നീ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാകത്തില്ലേ? എപ്പോഴും കൂടെ ഉണ്ടെന്ന് വെച്ച് പുള്ളിക്ക് ഒച്ചെടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു ചോദ്യങ്ങളോട് വന്നേ. നീ ആരുടെ ഐഡിയ? എൻ്റെ തന്നെ. അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ടോ? ഒരുപാട്. ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഓടിച്ചില്ലേ ശരിയാവില്ല ചേച്ചി, ഉഴപ്പിന്റെ ഉസ്താദ. ഏയ്, നമ്മളൊരു പിടിയിട്ട തീരാന്ന് ഉഴപ്പിക്കുള്ളൂ.
പേടിക്കണം. എന്നാൽ നമുക്ക് ഇറങ്ങാം. അല്ല എനിക്കിന്ന് ഇവിടെ നിൽക്കണം. അച്ഛനും ട്രിപ്പ് ഇട്ടേക്കുമല്ലേ? സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇറങ്ങുവാണ് ചേച്ചി. ഇത്ര പെട്ടെന്നോ? വീട്ടിൽ അനിയത്തി ഒറ്റയ്ക്ക. ചേച്ചി മോളെ ഒരു 20 മിനിറ്റ്സ് ആണ്. ഈ ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എത്തിയേക്കാം. ഓക്കെ. ശരി ചേച്ചി. ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയിക്കൂടെ? ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എൻ്റെ പൊന്ന് ജിജി. ഒന്ന് വന്നേ വേഗം.